ഈ ഇംഗ്ലീഷ് വാക്കുകൾ നിങ്ങൾ കറക്റ്റായിട്ടാണോ പ്രൊനൗൺസ് ചെയ്യുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ. ഈ വാക്ക് നമ്മളിൽ പലരും റെസ്റ്റോറൻറ്റ് എന്നാണ് പറയുക. പക്ഷേ ഇതിൻ്റെ ശരിയായ പ്രൊനൗൺസിയേഷൻ റെസ്റ്റോറൻറ്റ് എന്നാണ്. അവിടെ റെസ്റ്റോ എന്നുള്ള ആ ഒരു എംഫസിസ് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ചേർത്തിട്ട് റെസ്റ്റോറൻറ്റ് എന്നാണ് പറയേണ്ടത്. അടുത്തത്, ഈ വാക്ക് നമ്മൾ പലരും റെസീപ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് അവിടെ ആ പി ശബ്ദം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാറ്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പ്രൊനൗൺസിയേഷൻ റെസീറ്റ് എന്നാണ്. റെസീറ്റ് എന്ന് മാത്രം മതി, പി അവിടെ സൈലന്റ് ആണ്. ഈ വേർഡ് നമ്മൾ പലരും വെഡ്നെസ്ഡേ എന്നാണ് പറയാറ്. പക്ഷേ ആക്ച്വലി അത് വെൻസ്ഡേ ആണ്. ഡവും നാവും സായും ശബ്ദം കൂടെ ചേർന്നിട്ട് അതിനെ ഒരു എന്നുള്ള ശബ്ദത്തിലേക്കാണ് വരുന്നത്. അതായത് വെൻസ്ഡേ, വെഡ്നെസ്ഡേ അല്ല, വെൻസ്ഡേ. അടുത്തത് ക്ലോത്ത്സ്. ഇതിനെ നമ്മൾ പലരും ക്ലോത്ത്സ് എന്നാണ് പറയാറ്. അതിന് പകരം ഇവിടെ ക്ലോത്ത്സ്. അതായത് അവിടെ ശബ്ദം TH ചേർന്നിട്ടുള്ള ശബ്ദം ഓൾമോസ്റ്റ് സൈലന്റ് ആണ്. അതിന് പകരം ഒരു സെഡിന്റെ സൗണ്ടാണ് അവിടെ വരുന്നത്. ക്ലോത്ത്സ് അതാണ് റൈറ്റ് പ്രൊനൗൺസിയേഷൻ. ഇംഗ്ലീഷ് ഇപ്പം നിങ്ങൾക്ക് പലർക്കും ഒരു ട്രിക്കി ലാംഗ്വേജ് ആയിട്ടായിരിക്കും തോന്നുന്നുണ്ടാവുക. പക്ഷേ വിത്ത് കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ് ആൻഡ് ലേണിംഗ് നമുക്കിത് ഒരു ദിവസം വളരെ സിമ്പിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഡെയിലി കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക.